എന്ന് പറയുന്നു. പ്രായോഗികമായി എങ്ങനെ ജീവിതത്തിലെ എല്ലാ രീതിയിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വിജയിച്ച് വരാം. ആത്മീയതയും ഭൗതികതയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നമ്മുടെ ലൈഫ് ബെറ്റർ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിലൂടെ സമാധി വരെ എത്താം, ഇതാണ് നമ്മുടെ അജണ്ട. അതിന് പറ്റുന്ന വേണ്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷമുള്ള സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടെ പ്രായോഗികമായ എല്ലാ സംശയങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്യും. പ്രാക്ടിക്കലായിട്ട് സാധനയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തിയററ്റിക്കലായിട്ടുപരി പ്രാക്ടിക്കലാണ് നമ്മുടെ പ്രാധാന്യം വരുന്നത്. എനിവേ, അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. കുറെ ഏക്കർ സ്ഥലത്ത് ഔഷധങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഇന്ന് കിട്ടാത്ത വേറായിട്ടുള്ള ചെടികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നല്ലതായിട്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു ഉപാസകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം ജസ്റ്റ് നോക്കുന്നത്. ഒരുപാട് സന്തോഷം. ദീക്ഷ എടുത്തിട്ട് 3 വർഷമായിരുന്നു. അപ്പം ഓരോ രീതിയിലും അനുഭവം പറയാനുണ്ട്. അപ്പൊ നാമമഹിമ പറയാനായിട്ട് 1000 നാളെ കണ്ടെങ്കിലും സാധിക്കില്ല എന്ന് പറഞ്ഞോളാം. എൻ്റെ 2ാമത്തെ ദീക്ഷയാണ് സിദ്ധ ദീക്ഷ. പക്ഷെ എൻ്റെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു പോയി. ഓരോ പ്രാവശ്യം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും അനുഭവമാണ്. ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയപ്പോ പറയാം, എന്നൊരു ടാസ്ക് എന്ന് പറയുന്നത് വിസ്മയമാണ് ജീവിതം. ആചാര്യം പറഞ്ഞ നാഷണൽ വരെ എത്തി എൻ്റെ അവാർഡ്. ഒരുപാട് അവാർഡ്, ഓരോ വർഷം 3-4 അവാർഡ് നാഷണൽ അവാർഡ് എല്ലാം. ഒന്ന് എനിക്കറിയാം, എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ മുമ്പുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും ഉണ്ടെങ്കിലും പക്ഷെ എന്നിലേക്ക് ആചാര്യം പറഞ്ഞ എന്തൊക്കെയോ ആകർഷിച്ച് ഇങ്ങോട്ട് കയറി വരികയാണ്. എന്താ പറയാൻ പറ്റുന്നത്. ഞാനിവിടെ ഇപ്പൊ നിൽക്കണത് എൻ്റെ അനുഭവം പറയാനല്ല. എൻ്റെ അനുഭവം ഒരുപാട് പേര് നിത്യം കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്നിലേക്ക് ഇപ്പൊ എത്തിപ്പെടുന്നത് ഇപ്പൊ ആചാര്യം പറഞ്ഞപ്പോൾ ആചാര്യം ഒരുപാട് പേരിലേക്ക് അമ്മ എത്തിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ജന്മം അതിനാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാവുകളില്ല തോന്നുന്നില്ല. ഒരുപാട് പേരിലേക്ക് അമ്മ എത്തിക്കാൻ പറ്റുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ വിസ്മയായിട്ട് കാര്യം പറയാം. മധു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വൃന്ദാവനത്തിലെ അംഗമായിരുന്നു. എനിക്ക് എന്നോട് ചോദിക്കും, എനിക്ക് പറ്റി വലിയ മരുന്നും ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എല്ലാ പ്രാവശ്യവും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 5-6 വർഷമായിട്ട് കിടന്ന കിടപ്പ്. മീൻസ് വേറെ കയ്യൊക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോയി. വലത്തേക്ക് എൻ്റെ 2 വിരലും മാത്രം അതിലൂടെ ഫോൺ മാത്രം ആശ്രയിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് വൃന്ദാവനത്തെ പരിചയപ്പെട്ടത്. നേരെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആചാര്യം കാണണം. ആചാര്യം ദീക്ഷയൊക്കെ എടുത്തു. കറക്റ്റ് ചെയ്യാൻ പറയാം, ഫെബ്രുവരിയിൽ ഞങ്ങൾ പരിചയപ്പെടുന്നു. ആ മാസം ലാസ്റ്റിൽ തന്നെ ആചാര്യം ദീക്ഷ കൊടുക്കുന്നു. മാർച്ചിൽ ഡിസ്ചാർജ് മേടിച്ച് വരാൻ പറയുന്നു. കോഴിക്കോട് ഡിസ്ചാർജ് വീട്ടിലേക്ക് എത്തി. പിന്നെ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയിട്ടില്ല. എന്നതിനപ്പുറം ഈ ജനുവരിയിൽ മകരം 1-ാം തീയതി അദ്ദേഹം ഓരോ മാസം ഏപ്രിലിൽ ആചാര്യന്റെ ഇടയ്ക്ക് ഞാൻ മധുവിനെ കൊണ്ടുപോകുമ്പോൾ 2 കൈയും ഓരോരുത്തരും തൂക്കിയിട്ടിട്ടാ പറയുന്നത്. ഇങ്ങനെ ബോധമില്ലാത്തൊരു കുട്ടി, കാല് 2 തല 2 അങ്ങനെ പിടിച്ച് എങ്ങനെ സ്റ്റെപ്പൊക്കെ മോളെ കൊണ്ടിരുത്തി ദീക്ഷ എടുത്താല് ഞാൻ പറയണത് ഏറ്റവും വിസ്മയം പറയണത് പൂർണ്ണമായ സമർപ്പണം എന്താണെന്ന് അവിടെ നമ്മൾ കണ്ടു. നമ്മളൊന്നും ഒന്നല്ലാതെ എനിക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു മോഹമോ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അമ്മയുടെ അനുഗ്രഹം. കാരണം ഈ ഓരോ മാസവും വ്യത്യാസം. എനിക്കിങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കും, ചേച്ചി ഞാൻ എഴുന്നേറ്റിരുന്നു, ചേച്ചി ഞാൻ നിന്നു, സ്വപ്നമാണ് ഞാൻ നിൽക്കണ സ്വപ്നം കണ്ടു ചേച്ചി, എനിക്ക് എഴുന്നേറ്റ് നിൽക്കൂ. അങ്ങനെ അവസാനം ഞാൻ ചുരുക്കി പറയാം, ഈ ജനുവരി 15 മകരം 1-ാം തീയതി വന്ന ഫോട്ടോ ആചാര്യനും കണ്ടിട്ടുണ്ടോ? നിലവിളക്ക് കയ്യിലെടുത്ത് നമ്മൾക്കൊക്കെ നിലവിളക്ക് തന്നെ വളരെ സിമ്പിളാണ്. കൂളായിട്ട് നമ്മൾ എടുത്തേക്കും.
അദ്ദേഹത്തിന്റെ കൈയുടെ അവസ്ഥ ഞാൻ പറഞ്ഞത് എല്ലാ രണ്ടും ചുരുങ്ങിപ്പോയി. 2 കൈ കൊണ്ട് നിലവിളക്ക് എടുത്ത് പിടിച്ചിട്ടുള്ള ഫോട്ടോയാണ് വന്നത്. മാർച്ചിലാണ് തീർച്ചയായിട്ടും പറഞ്ഞു. ഇപ്പോ അദ്ദേഹം സ്റ്റീലിന്റെ ഇതെല്ലാം ഇട്ടിട്ട് 1/2 കിലോമീറ്റർ പുലർച്ചെ 5:30 മീൻസ് ട്രാഫിക് ഇല്ലാതെ നടക്കുന്നു. 6 വർഷം കിടന്ന ഇത്രയും പേരില്ല ലൈവ് തെളിവ് മുമ്പിലില്ലപ്പോ നിങ്ങൾക്ക് എന്തിനാ പേടിക്കണേ തോന്നിപ്പോവാ. ഒരു അദ്ദേഹം ആയുർവേദ മീൻസ് മസിൽസ് റീകവർ 12 മെഡിസിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് മസിൽസ് ആവാൻ വേണ്ടിയിട്ട്, ബോഡി തേജിക്കാൻ. പക്ഷെ അവിടെ വിജയിച്ചു നിന്നത് ഇച്ഛാശക്തിയാണ്. ശരിക്കും ഒരു നമ്മുടെ കണ്ണൂപ്പില് കിടപ്പിക്കുന്ന ഒരാൾ ജീവിതത്തിൽ കൈ ഉയർത്തി കയറി വരുമ്പോ നമ്മളൊക്കെ എത്ര പവർഫുൾ. ശരിക്കും പറഞ്ഞാൽ വിസ്മയമാണ് ജീവിതം. ഇതിനപ്പുറം എന്ത് തെളിവാ കാണണ്ടേ തോന്നും. അപ്പോ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കില്ല. അമ്മയുടെ കാര്യത്തിലും ദീക്ഷിതാനന്ദ പരമ്പരയുടെയും എന്റെ ആചാര്യനും പറഞ്ഞ നമസ്കാരം. അങ്ങനെ ഇരിക്കുമ്പോ പ്രധാന പരിപാടി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്തോന്ന് ചെയ്യുന്നുണ്ട്, തനിക്ക് ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കിട്ടിയതാണ് ഗുരുനാഥന്റെ വീഡിയോസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മറ്റു വീഡിയോസും മറ്റും ഇതേപോലെയുള്ള ആളുകൾ ഒരുപാട് ആചാര്യന്മാർ കാണുന്നുണ്ട്. പക്ഷേ ഒരാളെ വീഡിയോ മാത്രം ഇയാളെന്ത് തേങ്ങ പറയുന്നു തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെയാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ മുരുകനെ കണ്ടിട്ടുണ്ട്, ശിവനെ കണ്ടിട്ടുണ്ട്, പാർവതീ ദേവി കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗങ്ങൾ. ഡയറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിയുള്ളവരുടെ, കഴിവുള്ളവരുടെ, മറ്റുള്ളവരുടെ ഭാവി പറയാൻ പറ്റുന്ന ആളുകളുടെ അവർക്കത് ഒരുപക്ഷെ അവരുടെ അനുഭവമായിരിക്കും. നമ്മൾ അവരെയും തെറ്റ് പറയുന്നുണ്ട്. പക്ഷെ അവരീ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അന്നമയ കോശം, പ്രാണമയ കോശം, ഊർജം. മറ്റുള്ളവർ ദേവി എന്ന് പറയുമ്പോൾ ഇവിടെ ഊർജം എന്ന് പറയുന്നത്, മറ്റുള്ളവർ നമ്മുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പ്രാണമയ കോശം, അന്നമയ കോശം. ഈ ഒരു വ്യത്യാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇയാളെന്ത് തേങ്ങയും പറയുന്നതെന്ന് തോന്നി സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. ഒരു ദിവസം അവിചാരിതമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഷൈജേട്ടൻ രണ്ടാളും കൂടി 5-6 ദിവസമായിട്ടുള്ള തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് മൂകാംബിക, ശ്രീദേവി എന്നിങ്ങനെ കറങ്ങി ഒക്കെ വന്നതാണ്. അപ്പോൾ ഷൈജേട്ടൻ വെറുതെ മെസ്സേജ് അയച്ചാൽ ഒന്നും വലിയൊന്നുമില്ല. ആദ്യ മെസ്സേജിൽ തന്നെ പുള്ളി എൻ്റെ നമ്പർ വാങ്ങി തിരിച്ചു വിളിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചാട്ടോ ഞാൻ സങ്കടമാണ്, പ്രയാസമാണ്, എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം പോകുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്, എല്ലാം കയ്യിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചു, ഗുരുനാഥനെ വിളിച്ചു, നമ്പർ തന്നു. ഞാൻ ഗുരുനാഥനെ കോൺടാക്ട് ചെയ്തു. എന്നോട് അതുപോലെ വരാൻ പറഞ്ഞു. ഏകദേശം 42 ദിവസം 43 ദിവസമാകുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞാൻ മുന്നോട്ടേ പോയിട്ടുണ്ടോ. അങ്ങനെ പലവട്ടം ഞാൻ വിളിക്കുക, എന്ത് സംശയം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ടായിട്ട്. പക്ഷേ ഒരു രാത്രി എൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ദേവിക്ക് മുന്നിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നന്നായിട്ട് ആരോ പൊട്ടുന്നുണ്ടായിരുന്നു. പേടിച്ചെണീച്ച് പോയിക്കാവുന്നു. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അത് പിന്നെ മനസ്സിലാക്കി വിമാനം പറഞ്ഞത് ശക്തിപ്പെട്ടു വന്നതാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് മുന്നോട്ട് നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ആരാധനയോടെ കാണുന്ന ഒരു തിരുനടയിൽ കയ്യിലുള്ള ശ്രീചക്രം കൊണ്ട് അവിടെ ഏൽപ്പിച്ച് ഭഗവതിയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വരവാണ് ഗുരുനാഥനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഗുരുനാഥൻ എന്നത് മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പും കൂടിയാണ്. എപ്പോഴും ഗുരുനാഥൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ്. ഇപ്പൊ ഇവിടെ 3ാമത്തെ ദീക്ഷയാണ് ശരിക്കും ഞാനിവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 2 ദീക്ഷ എടുത്തപ്പോഴും ഉള്ളറിയാതെ വിങ്ങി പൊട്ടി പലപ്പോഴും ഇടമുറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ ഒരു വലിയ ശക്തി എന്നെ ഒരു കുഞ്ഞിനെ പോലെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ടാണ്. അപ്പൊ പിന്നെ എനിക്ക് സങ്കടം എവിടുന്ന് വരാനാണ്?
അത് ഇന്നത്തെ ദീക്ഷയുടെ ഒരു അനുഭവമാണ്. നമ്മുടെ എല്ലാം ആചാര്യനായ ശ്രീ വിദ്യാ കുടുംബത്തിന്റെ എല്ലാമായ തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് സെന്ററിന്റെ ആചാര്യനായ താന്ത്രിക ആചാര്യനും മോട്ടിവേറ്ററും അതുപോലെ തന്നെ പ്രമുഖനായ സൈക്കോളജിസ്റ്റുമായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർകളെ അദ്ദേഹം മാവേലിക്കരയിലാണ്, കണ്ടിയൂരിലാണ്. അങ്ങനെ കണ്ടിയൂർ ഗ്രാമത്തിലെ വിശിഷ്ട വ്യക്തിയും നമ്മുടെ ഭാരതത്തിന്റെ ചൈതന്യത്തെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എത്തിച്ചേർന്നുകൊണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ആചാര്യനായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർകളെ നമ്മുടെ എല്ലാവരുടെയും പേരിലും ദേവിയുടെ പേരിലും നമ്മുടെ കുടുംബങ്ങളുടെ പേരിലും ഓരോ കുടുംബത്തിന്റെയും പേരിലും ആദരവോട് ക്ഷണിക്കുകയാണ് ദീപ പ്രോത്സാഹനത്തിനായിട്ട്. മഹാഭാഗ്യമാണ് ഈ ശ്രീവിദ്യ ഉപാസനയിൽ ഇങ്ങനെ പങ്കെടുക്കുകയും ദീക്ഷയെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത്. ദേവി ത്രിപുര സുന്ദരിയുടെ എല്ലാ ചൈതന്യങ്ങളെയും നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് ഈ ഒരു ദിനത്തെ എന്നും ഓർമ്മിക്കത്തക്കതാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യ ഭാഷണം നടത്താനായിട്ട് ആദരവോടുകൂടി ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മഹാദേവായ ശിവായ ശിവായ. സ്നേഹം നിറഞ്ഞ ഉപാസകരെ, ആത്മാന്വേഷകരായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, സാധകരെ, നമുക്കിവിടെ മഹാദേവന്റെ മണ്ണിലിവിടെ ഒത്തുകൂടാനായിട്ട് കിട്ടിയത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. അത് ആദ്യം തന്നെ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളോടും ഒക്കെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് കഴിവതും തീരുന്നവരെ വൈകുന്നവരെ ഇവിടെ ഇരിക്കുക. ദയവായിട്ട് ഈ സത്സംഗത്തിൽ പങ്കുകൊണ്ട് ഈ ഒരു വൈബ്രേഷനിലേക്ക് എത്തിച്ചേരുക. ഒരു ജ്ഞാന സത്സംഗം, അറിവ് പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു സത്സംഗം. അറിവ് എന്ന് പറയുന്നത് എന്താണ്? വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. അറിവുണ്ടാകുന്നതെല്ലാം വേദമാണ്. ആ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു? എന്താണ് അറിവ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു? അറിവ് പ്രാണനെ കുറിച്ചുള്ള അറിവാണ്. പ്രാണൻ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തിരിച്ചറിയുന്നതാണ് അറിവ്. ആ അറിവ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഏതൊരു വസ്തുവാണോ ആ വസ്തുവിനെ കുറിച്ചുള്ള, ആ വ്യക്തിയെ കുറിച്ചുള്ള, ആ സംസ്കാരത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അതുമായി ഉണ്ടാവുന്ന സംയമത്തിലൂടെയാണ്. അഷ്ടാംഗ യോഗത്തിൽ സംയമത്തെ കുറിച്ച് പറയുന്നു. നക്ഷത്രങ്ങളെ സംയമം ചെയ്താൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടുമെന്ന് പതഞ്ജലി പറയുന്നു. ആനയുടെ ബലത്തിൽ സംയമം ചെയ്താൽ ആനയുടെ ബലം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ ആ സംയമം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. അതുമായി ഉണ്ടാകുന്ന താതാത്മ്യ ഭാവത്തിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ആത്യന്തികമായ അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? ആ കാര്യവുമായ താതാത്മ്യ ഭാവത്തിലൂടെ പ്രാണനെ കുറിച്ചുള്ള അറിവ്. ഫസ്റ്റ് അറിവ്, പ്രധാനമായിട്ടും ഉള്ള അറിവ് പ്രാണൻ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഉള്ളത്.
ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആ ഫുഡ് എനിക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി എനിക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഒരവസരം, ഒരു ജോലി വന്നാൽ ആ ജോലി എനിക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇങ്ങനെയുള്ള അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിവ്. എപ്പോഴും നമ്മൾ അറിയേണ്ട അറിവ്. ആ അറിവാണ് നമുക്ക് കർമ്മഫലങ്ങളെ കൊടുത്തിരുന്നത്. തെറ്റായ ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് തെറ്റായ അസുഖങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. ആ തെറ്റായ ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്യും? ഒബ്സർവേഷനിലെ സംയമനത്തിലൂടെ ആ അറിവ് നമുക്ക് ലഭിക്കുന്നു. ഒരു ആപ്പിള് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം കിടക്കുന്നു. ഒരു മൃഗമാണെങ്കിൽ എങ്ങനെ അറിയുന്നു? സംയമനം ചെയ്യുന്നതാണ്. എങ്ങനെ? പ്രാണനെ സംയമനം ചെയ്യുന്നതാണ്. എങ്ങനെ? മണപ്പിച്ച് നോക്കുന്നു, ടച്ച് ചെയ്ത് നോക്കുന്നു, തട്ടി നോക്കുന്നു. സൗണ്ട് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. 5 സെൻസിലൂടെ ആ താരാത്മ്യ ഭാവത്തിലേക്ക് ഒരു നിമിഷം വരുമ്പോൾ അതിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രാണൻ എൻ്റെ പ്രാണനുമായി യോജിക്കുന്നില്ല, അതിൻ്റെ ദേവത എൻ്റെ ദേവതയുമായി യോജിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യും. എല്ലാ മൃഗങ്ങൾക്കും അതിന്റെ ഫുഡ് അറിയാം, ഒരു ജീവിക്ക് ഒഴിച്ച്. ചിന്തിച്ച് ഫുഡ് എടുക്കുന്ന ജീവിയാണത്. ചിന്തിച്ചിട്ട് മെമ്മറിയിൽ നിന്നാണ് അത് ഫുഡ് എടുക്കുന്നത്. ആ ജീവി മാത്രം ഓർമ്മയിൽ നിന്ന്. പണ്ട് ആപ്പിൾ നല്ലതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ആപ്പിൾ കീപ്പ് ചെയ്താൽ ഡോക്ടറെ അകറ്റാം. അതുകൊണ്ട് ആപ്പിൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ ജീവി ഫുഡ് എടുക്കുന്നു. എന്നാൽ അതിന് മെഴുകുണ്ടോ, കാർബൈഡ് ഉണ്ടോ, സ്റ്റിക്കർ ഉണ്ടോ എന്നൊന്നും നോക്കാതെ കട്ട് ചെയ്ത് ജീവി കണ്ടോട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ആ ജീവി. പക്ഷേ എല്ലാ മൃഗങ്ങളും ഇനി എത്ര ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ അത് കളയും. അപ്പോ അത് എന്തുകൊണ്ടാണ്? ആ കടലിനടിയിൽ പോലും പ്രാണനിലൂടെയാണ് മൃഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രാണലോകത്തെ കുറിച്ച് മനസ്സിലായെങ്കിൽ മാത്രമേ ജീവിതം നന്നായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കൂ. അസുഖങ്ങളില്ലാത്ത ആനന്ദകരമായ ജീവിതത്തിന് പ്രാണം കൂട്ടിയേ കഴിയും. നമ്മുടെ ഉപാസനകൾ പ്രാണമയ ലോകത്തെ നോക്കാതെയുള്ള ഉപാസനകൾ ഫലം കാണില്ല. ഡെയിലി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ദുരിതം കൂടി വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല എന്ന് പറഞ്ഞത്. അതെന്താ അങ്ങനെ? അത് ഈ പ്രാണമയ വശത്തെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്. ചിലർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വേഗം, ചിലർക്ക് പറ്റുന്നില്ല. ചിലർക്ക് ലക്ക്, ഭാഗ്യം എപ്പോഴും വരുന്നു, ചിലർക്ക് വരുന്നില്ല. അപ്പൊ എന്താണ് ഭാഗ്യം? ഹെൽത്തിന്റെ അടിസ്ഥാനം എന്താണ്? നല്ല ഏറ്റവും പ്രധാനം അതെങ്ങനെ അറിയാം? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ചിലർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ പ്രാണനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവർക്ക് ജീവിതത്തിൽ ബന്ധങ്ങളിൽ ഭിന്നതകളുണ്ടാകും. ഭയങ്കര വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടാവും, പക്ഷെ വീട്ടിൽ ആരും അവരെ ഇഷ്ടമല്ല. അവർക്ക് വളരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ അസുഖങ്ങളായിരിക്കും, ഭയങ്കര ദുരിതങ്ങളായിരിക്കും, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കും. ഇതൊക്കെയാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഒരു മനുഷ്യൻ ആദ്യം കാണേണ്ടത്. അത് പരിഹരിക്കപ്പെടേണ്ടത് ഒരിക്കലും പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിക്കുന്നത്ര മണ്ടത്തരം പറയുന്നത്. ഇത് അവരവർ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. അല്ലേ? വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ആളുകൾ പിന്നിൽ നിന്ന് കുത്തുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം കുറ്റം നമുക്കാണ്. അകാരണമായി അസുഖങ്ങൾ ഡോക്ടർമാർ
പക്ഷെ അവരെ പറയും അതാ ഇതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫലത്തിൽ ട്രീറ്റ്മെന്റ് ഒന്നും ഫലിക്കുന്നില്ല. വയറിന് പ്രശ്നം വർഷങ്ങളായി, ഷോൾഡർ പെയിന്, കൈകാൽ കഴപ്പ്, തലവേദന, കൈ കട്ട് കഴയ്ക്കുന്നു, സ്കിൻ പ്രോബ്ലത്തിന് വർഷങ്ങളായി ഓയിൽമെന്റ് തൂക്കൊണ്ട് നടക്കുന്നു, ഗുളിക കഴിക്കുന്നു, ആൻസൈറ്റി ഡിസോർഡർ, പാനിക് അറ്റാക്ക്. ഇതിനൊന്നും പരിഹാരം മാത്രം ഫലത്തിൽ കിട്ടുന്നില്ല. ഗുളിക വാങ്ങി ചോറിന് പകരം ഒരു നേരത്തെ ചോറിന് പകരം ഗുളിക കഴിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ ആർക്കും പറ്റുന്നില്ല. എവിടെ പോയാലും ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് ആരും പറയുന്നില്ല. ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ ഇതിന് പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ചെല്ലുന്നത്, സംസാരിക്കുന്നതിരിക്കുമ്പോൾ. പക്ഷെ ഫലത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് മനുഷ്യൻ. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുമ്പോൾ അവനവരുടെ ഉള്ളിലാണ് ഇതിനുള്ള പരിഹാരം എന്ന് തിരിച്ചറിയുന്നത്. അവരവർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. ഉപാസനകൾ പോലും ഫലിക്കണമെങ്കിൽ അവരവർ വിചാരിക്കണം. എന്തുകൊണ്ടാണ് ചിലർക്ക് വേഗം ഉപാസനയിൽ റിസൾട്ട് കിട്ടുന്നത്, ചിലർക്ക് കിട്ടാത്തത്? ഇതൊക്കെയാണ് നാം ചോദിക്കേണ്ട ചോദ്യം. അറിവ്, യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. അറിവ് പ്രാണനെ കുറിച്ചുള്ള അറിവാണ്. പ്രാണന്റെ ഗതി വിഗതികളുടെ ഫ്രീക്വൻസിയുടെ ഷിഫ്റ്റാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. പരാജയപ്പെടുത്തുന്നതും അത് തന്നെയാണ്. നമ്മളെ രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ രൂപം നടത്തില്ല. ആരാണോ ഹെൽത്ത് ആഗ്രഹിക്കുന്നത്, ആരാണോ സമ്പത്ത്, പ്രോസ്പെരിറ്റി ഒക്കെ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടണം എന്നുള്ളതാണ് സത്യം. നിക്കോളാസ് ടെസ്ല എന്ന സയന്റിസ്റ്റ് പറഞ്ഞ ഒരു സംഗതി, if you want to know the secret of the universe, if you want to know the secret of the universe, you have to think in the language of energy, frequency, vibration. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഊർജത്തിന്റെ രീതിയിൽ, എനർജി, ഊർജത്തിന്റെ ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നുള്ള രീതിയിൽ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ പഠിക്കണം. അത് എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു ശ്രീവിദ്യാസാധനയിലൂടെ തന്നെ വിജയിക്കുന്നത്. ശ്രീവിദ്യ എന്ന് കിട്ടിയാൽ എല്ലാമായി എന്നൊരിക്കലും വിചാരിക്കുന്നു. ശ്രീവിദ്യ കിട്ടിയിട്ട് അതിനെ വെച്ച് നമ്മൾ പറയുന്ന രീതി ശരിയായ രീതിയിൽ തടസ്സമില്ലാതെ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് പ്രപഞ്ച രഹസ്യങ്ങൾ ഒന്നൊന്നായി വെളിവായി വരുന്നത്. ഊർജ നിയമങ്ങൾ, അത് സയൻസ് പറയുന്ന ഊർജ നിയമങ്ങൾ അർത്ഥസത്യങ്ങളാണ്, പൂർണ്ണ സത്യങ്ങളല്ല. പൂർണ്ണ സത്യത്തിൻ്റെ ഊർജ നിയമങ്ങൾ, ആ ഫിസിക്സ് ആണ് നമ്മൾ സാധനയിലൂടെ പഠിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഒരു നൂല് പോയി നൂല് കെട്ടി കയ്യിൽ തന്ന് ദൂരെ നിന്ന് മന്ത്രം ജപിച്ച് അത് ടച്ച് ചെയ്യാതെ മന്ത്രം ജപിച്ചത് മൂവ് ചെയ്യിച്ച് എത്രയോ തവണ കാണിച്ചിട്ടുണ്ട്, ശരിയല്ലേ? എത്ര പേര് കണ്ടിട്ടുള്ളത്? ഒന്ന് കൈ വെക്കും. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ടച്ച് ചെയ്യാതെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യിക്കാൻ, ബ്രെയിനിൽ നിന്ന് എനർജി സെൻഡ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാൻ ഇന്നത്തെ സയൻസിന് സാധിക്കില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഇത്രയും പേർക്ക് ഇരിക്കുന്ന ഹാളിൽ ടച്ച് ചെയ്യാതെ ഒബ്ജക്റ്റ് മന്ത്രം ജപിച്ച് മൂവ് ചെയ്യിപ്പിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ഒരേ സമയം ഹാലുസിനേഷൻ വരുമോ? തോന്നൽ വരുമോ? അത് മാജിക്കല്ല, അത് ഫിസിക്സ് ആണ്. ഈ ഫിസിക്സ് സയൻസിന് അറിയില്ല എന്നേ ഉള്ളൂ. ഈ അറിവില്ലായ്മയിലാണ് നമുക്ക് ഒരുപാട് രോഗദുരിതങ്ങൾ വരുന്നത്, നമുക്ക് സാമ്പത്തികം നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതൊക്കെ ഈ അറിവില്ലായ്മയുടെ ഗ്യാപ്പിലൂടെയാണ്. ഇന്നും താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ആ എനർജി, ഊർജത്തിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് പഠിക്കണം. ആ
ഊർജത്തിന്റെ ഉയർന്ന ഫ്രീക്വൻസിയെ അതിനെ പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുന്ന പ്രക്രിയ, അതാണ് ശ്രീവിദ്യ പഞ്ചകോശ ശുദ്ധി ശ്രീവിദ്യാ സ്ഥാപനം. ശ്രീവിദ്യ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. അത് ട്രഡീഷണൽ രീതിയിൽ മാത്രം പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ട് ആളുകൾക്ക് രോഗങ്ങളുണ്ടാകുന്നു, ദുരിതങ്ങളുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിന് വ്യക്തമായ പരിഹാരം കൊടുക്കുന്നുമില്ല. അവിടെയാണ് ഈ പഞ്ചകോശ ശുദ്ധി ശ്രീവിദ്യ സാധനയുടെ പ്രസക്തി വരുന്നത്. 5 ശരീരം നമുക്കുണ്ട്: ഫിസിക്കൽ ബോഡി, അന്നമയം, മനോമയം, മെന്റൽ ബോഡി, എനർജി ബോഡി, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, നോളജ് ബോഡി, ബ്ലിസ് ബോഡി അല്ലെങ്കിൽ ഹാപ്പിനെസ് ബോഡി. ഏറ്റവും പ്രധാനം ഈ ആനന്ദമയ കോശമായ ഹാപ്പിനെസ് ബോഡിയിലെ ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആ സന്തോഷം, ആനന്ദം, അതാണ് എല്ലാ മനുഷ്യരും ലോകത്തിൽ, പ്രപഞ്ചത്തിൽ തിരയുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് പ്രാണമയ കോശമാണ് എന്ന് പറയുമ്പോൾ, എല്ലാം നിയന്ത്രിക്കുന്നത് പ്രാണമയ കോശമാണെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു മൊബൈൽ വാങ്ങിക്കുന്നു, ആപ്പിൾ ഐഫോണ് 50,000 രൂപ, സാംസങ്ങിൻ്റെ ഒരു 30,000 രൂപയുടെ ഫോണ്, 10,000 രൂപയുടെ ഒരു ഒപ്പോയുടെ ഫോൺ. ഇത് മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ്? കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇത് മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം? 10,000 രൂപയുടെ ഫോണിന് കിട്ടുന്ന GB-യും സ്പീഡും ഒന്നുമല്ല 20,000 രൂപയുടെ ഫോണിന് കിട്ടുന്നത്. അതിന് GB കൂടുതലുണ്ട്, സ്പേസ് കൂടുതലുണ്ട്, സ്പീഡ് കൂടുതലുണ്ട്. 50,000 രൂപയുടെ ഫോണിന് അതിലും സ്പീഡും സ്പേസും കാര്യങ്ങളും കൂടുതലുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇതെന്താ നമുക്ക് തരുന്നത്? സ്വാതന്ത്ര്യമാണ്. ശരിയല്ലേ? അല്ലേ? കൂടുതൽ സമയത്തിലെ സ്വാതന്ത്ര്യം, കൂടുതൽ സ്റ്റോറേജിനുള്ള സ്വാതന്ത്ര്യം. ശരിയാണോ? ഈ സ്വാതന്ത്ര്യം കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? ആനന്ദം കൂടില്ലേ? ഹാപ്പിനെസ് കൂടത്തില്ലേ? അതല്ലേ അടിസ്ഥാനം. 10,000 രൂപയുടെ ഫോണിന് കിട്ടുന്ന ഹാപ്പിനെസ് ആണോ 30,000 രൂപയുടെ ഫോണിന്? അതിന് കിട്ടുന്ന ഹാപ്പിനെസ് ആണോ 50,000 രൂപയുടെ ഫോണിന്? ഹാപ്പിനെസ് കൂടി വരില്ലേ? വരും. അപ്പൊ ആനന്ദമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? അവർ വിൽക്കുന്നത് എന്താണ്? ആനന്ദമല്ലേ? ആണോ? 10,000 രൂപയുടെ ആനന്ദം ഒരു തരം, 30,000 രൂപയുടെ ആനന്ദം ഒരു തരം, 50,000 രൂപയുടെ ആനന്ദം ഒരു തരം. ആണോ? ഈ ആനന്ദത്തിന് ഋഷി വിളിച്ച പേര് എന്താണെന്നറിയാമോ? എന്താണ്? ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇത് ക്ലാസ് അല്ല. ക്ലാസ് റൂമിൽ കുട്ടിയിരിക്കില്ല, ശ്വാസം പിടിച്ച് ഞാൻ സാറും എന്തെങ്കിലും കുട്ടികളൊന്നുമല്ല. നമ്മൾ സുഹൃത്തുക്കളാണ്. നമ്മൾ അറിവുകൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളേ ഉള്ളൂ. എന്താണ് ഋഷി ഇതിനെ വിളിച്ചത്? എന്തായിട്ടാണ്? എന്താ വിളിച്ചത്? ഈ ആനന്ദത്തിന് വിളിച്ച പേരെന്താണ് ഋഷി? ശിവം. ശിവൻ ശിവം ശിവൻ കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരം സംഭവ ശക്ത ആണവ അനുപായങ്ങളിലൂടെ തെളിഞ്ഞു വരുന്ന ശുദ്ധബോധമായ ശിവതത്വം ആണ് ഈ ആനന്ദാവസ്ഥ. ശിവം എന്നതിന് മാണ്ഡുക്യോപനിഷത്തിൽ അങ്ങേയറ്റം മംഗളകാരി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഈശ്വരന്റെ 4ാമത്തെ അവസ്ഥയായ തുരീയം, ജാഗ്രത സ്വപ്ന സുഷുപ്തി തുരീയം. ഈ തുരീയ അതീതം തന്ത്രത്തിലുണ്ട്. ആനന്ദാവസ്ഥ അത് സമാധി അവസ്ഥയാണ്. നമ്മളുടെ എല്ലാം അടിസ്ഥാനം ഈ ആനന്ദമാണ്. അതിനെ ശിവം എന്ന് ഋഷി വിളിച്ചു. ഈ ശിവത്തിനെ അറിയണമെങ്കിൽ ശക്തിയിലൂടെ മാത്രമേ പറ്റൂ. ഈ ശക്തിയെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ആനന്ദം നമ്മളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഉള്ളിലെ ആനന്ദത്തിന്റെ അടിസ്ഥാനത്തെ അറിയാൻ സാധിക്കുന്നത്.
ഒരുവൻ ആനന്ദവാനാണെങ്കിൽ അവൻ ആരോഗ്യവാനാണ്. ആരോഗ്യമായ അവൻ ധനവാനാണ്. ഏറ്റവും വലിയ സമ്പത്ത് അവനവന്റെ ശരീരത്തിലെ ആരോഗ്യാവസ്ഥയാണ്. ആരോഗ്യവാനാണെങ്കിൽ അവന് പണിയെടുക്കാൻ പറ്റും, അവൻ ധനം കിട്ടും. ശരിയാണോ? സമ്പത്ത് കിട്ടുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടും. ഒരു ഷാരൂഖ് ഖാൻ പറഞ്ഞതാണ്, എപ്പോഴാണ് ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയി എന്നെനിക്ക് മനസ്സിലായതെന്ന് അറിയുമോ? ഇല്ല. ആദ്യമായിട്ട് അതുവരെ ഞാൻ പോയിട്ടൊരു ഷോപ്പിൽ പോയി യെല്ലോ കളർ ഷർട്ടും റെഡ് കളർ ഷർട്ടും നോക്കിയിട്ട് അതിൽ കൊള്ളാവുന്ന ഷർട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലല്ല, ഈ 2 ഷർട്ടും പാക്ക് ചെയ്തോളാൻ പറയുമ്പോൾ മുതലാണ്. അപ്പൊ മുതൽ ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയിരുന്നു ഷാരൂഖ് എന്ന് പറഞ്ഞ പോലെ ആനന്ദമുണ്ടാകും. വീണ്ടും ആനന്ദത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ആനന്ദം കിട്ടുന്നതിന്റെ രീതി മനസ്സിലാകും. ശക്തിയെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അന്നമയ കോശം, പഞ്ചകോശ ശുദ്ധി ശ്രീവിദ്യാ സാധനമാണ്. അന്നമയ കോശത്തിൽ ഫിസിക്കൽ ബോഡിയിൽ നമുക്കറിയാം അസുഖങ്ങൾ, നെഗറ്റീവ്സ് വരാം. അതിന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നല്ല ഫുഡ് എടുക്കുന്നു, സൂര്യ നമസ്കാരം ചെയ്യുന്നു, പ്രാണമയ കോശം ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട്. മനോമയം ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട്, മെന്റൽ വേൾഡ് ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഫർമേഷൻസ് പറയുന്നു, സൈക്കോ തെറാപ്പി കൊടുക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള തെറാപ്പികൾ കൊടുക്കുന്നു. അന്നമയം, മനോമയം, പ്രാണമയം. പ്രാണമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാണനെ അറിയാൻ വേണ്ടിയിട്ട് പ്രാണമയ കോശം. അതാണ് എനർജി വേൾഡ്. അതാണ് അടിസ്ഥാനപരമായ ഊർജത്തിന്റെ ലോകം. അതിന് ജപം ചെയ്ത് ഒരു ദേവതയെ സിദ്ധി വരുത്തുന്നു. അതിനാണ് ജപം വെച്ചിരിക്കുന്നത്. ഡെയിലി ഈ പറയുന്ന 5 കോശങ്ങൾ ശുദ്ധീകരിക്കാനുള്ള കാര്യം ചെയ്താൽ ഈ പറയുന്ന ആനന്ദാവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അന്നമയം, മനോമയം, പ്രാണമയം. അത് ജപം ചെയ്യുമ്പോൾ ആ ദേവതയുടെ എനർജി വരുമ്പോൾ പ്രാണമയ കോശം ആക്റ്റീവ്. പ്രാണമയം. അപ്പോൾ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരത്തില്ല. അങ്ങനെയുള്ള അസുഖങ്ങൾ തന്നെ എങ്ങനെയാണ്? പ്രാണമയ കോശത്തിൽ ഊർജം, നെഗറ്റീവായിട്ടുള്ള കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് ഓർമ്മകൾ മാത്രമേ വരൂ. എത്ര ശ്രമിച്ചാലും പോസിറ്റീവ് ഓർമ്മകളിലേക്ക് എത്താൻ ഒരാൾക്ക് സാധിക്കില്ല. ഊർജത്തിന്റെ ചലന നിയമങ്ങളാണ് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റിക്കളയുന്നത്. ആ ഊർജ ലോകത്തേക്ക് കടക്കാൻ, യഥാർത്ഥത്തിലുള്ള പ്രാണന്റെ ഊർജ ലോകത്തേക്ക് കടക്കാൻ സയൻസിനാണ്. ആ പ്രാണമയ കോശം ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കും പഠിക്കേണ്ടത്. അന്നമയം നമുക്കറിയാം, അതിന് ഡോക്ടർമാരുണ്ട്, അതിന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും. മനോമയം പഠിക്കാൻ സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രാണമയ കോശം പഠിക്കണമെങ്കിൽ ലിസ്റ്റിക്കൽ എടുക്കട്ടെ. പ്രാണമയ കോശം എന്ന് പറയുന്നത് താന്ത്രികൻ അല്ലെങ്കിൽ ഈശ്വരോപാസകർക്ക് അറിയത്തും എനർജി ലെവൽ. അതാണ് ഇതിനെ 2നെ കൺട്രോൾ ചെയ്യുന്നത്. പ്രാണമയ കോശം അവിടെ നമ്മൾ ഋഷിമാരെ പഠിച്ചെങ്കിലേ പ്രാണമയ കോശം നമുക്ക് മനസ്സിലാക്കാം. പ്രാണമയ കോശം അറിയുന്നവന്റെ കയ്യിലാണ് ധനം, അവന്റെ കയ്യിലാണ്. ഇതാണ് അറിയാൻ വയ്യെങ്കിലും അനുഭവം കൊണ്ട് ഇത് മനസ്സിലാക്കുന്നവരാണ് വിജയിക്കുന്നത്. പ്രാണമയ കോശം, അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, അറിവുണ്ടാകുന്ന തലം. പട്ടിക്കൊക്കെ ബാധയുള്ളവരെ, നെഗറ്റീവ് എനർജി ഉള്ളവരെ കണ്ടാൽ കുറയ്ക്കും. അതിനറിയാം. അപ്പോ പ്രാണമയ കോശം അപ്പോ ആ പട്ടികൾക്കൊക്കെ നെഗറ്റീവ് എനർജി ഉള്ളവരെ കണ്ടാൽ അറിയാം. അപ്പൊ അവർ കുറയ്ക്കണം. അപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് ഇതെന്റെ സുഹൃത്താണെന്ന് അറിയത്തില്ല, എനിക്ക് എന്നൊക്കെ പറയും. ലാസ്റ്റിൽ ഈ സുഹൃത്ത് പറ്റിച്ചെന്ന് പോയി കഴിയുമ്പോൾ പറയും പട്ടിയാണ് കുറച്ചതായിരുന്നു.
ഒരുപാട് കേസുകൾ മാനസിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രാണവയവോഷം ശരിയായി കഴിയുമ്പോഴാണ് ശരിയായിട്ടുള്ളത്. അന്നമയം മനോമയം ശരിയാക്കുമ്പോൾ ശരിയാവത്തില്ല. ഈ എനർജി ലെവലിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ പ്രാണനെ അറിയുന്ന ഒരു തലമുണ്ട്, അതാണ് വിജ്ഞാനമയ കോശം. എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇതറിയുന്ന ഒരു തലം, ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു തലം, പ്രാണമയ കോശത്തെ അറിയുന്നത്, അതാണ് വിജ്ഞാനമയ കോശം. അപ്പൊ നമുക്ക് ജ്ഞാനമയ കോശം ആക്റ്റീവാകുന്ന നമ്മളിലേക്ക് വരുന്ന ഒരു നെഗറ്റീവ് എനർജിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇയാൾ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഫുഡ് നെഗറ്റീവാണ്, പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് ആക്റ്റീവാക്കാൻ മനസ്സ് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട്, മനസ്സിലൂടെ എല്ലാം ചെയ്യുന്നത് കൊണ്ട്, മനസ്സ് പാസ്റ്റോ ഫ്യൂച്ചറോ ആയതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല. ജ്ഞാനമയ കോശം ഇത്രയായി കഴിഞ്ഞാൽ പ്രാണം ശരിയായി മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കൂടി ആനന്ദമയ കോശം ആക്റ്റീവ്, ഉള്ളിൽ സന്തോഷം വരാൻ. ഈ ആനന്ദമയ കോശത്തെ അറിയുക എന്നുള്ളതാണ് സമാധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമാധിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്, ഒരു ആനന്ദമയ കോശത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാജുവലി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. പക്ഷേ നിലനിന്നത് വേണ്ട തിരിച്ചടിക്കാൻ ആശുപത്രിയിലും അസുഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ സമാധിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഭൗതികമായ കാര്യങ്ങൾ ശരിയാക്കുവാൻ വേണ്ടിയാണ് ഉപാസന മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന സമാധി വരെയുള്ള കാര്യങ്ങളിലേക്ക് ഒരാൾ എത്തിച്ചത്. അപ്പോ ഇത് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ശക്തി ആർജിക്കാം, ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് അല്ലേ? എങ്ങനെ ശക്തി ആർജിക്കാം. ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഒരാള് അശക്തനായിട്ട് അയാളിലേക്ക് അസുഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്നു. നമ്മളിത് ഡയറക്റ്റ് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ നോക്കുമ്പോൾ അത് നടന്നു വരുന്നുമില്ല. ഒരു ഫാമിലി കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് ക്യാഷ് ദക്ഷിണയായിട്ട് വെച്ചു. എന്തിനാന്ന് വെച്ചപ്പോൾ സന്തോഷത്തിന് ഇത്ര ദക്ഷിണ. അവരൊരു 3 പേര് അമ്മയും 2 മക്കളുമായിട്ടാണ് ഒരു 1.5 വർഷം മുമ്പ് കാണാൻ വന്നതാണ്. അവരൊരു ട്രീയുമായിട്ടാണ് വരുന്നത്. തലയിലായിട്ട് വരച്ച ഒരു മരം പോലെ വരച്ചിട്ട് അമ്മ അച്ഛൻ മക്കളെ ഇങ്ങനെ ട്രീ വരച്ചിട്ട് കാണും. ഇതില് ഒന്നുമില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അല്ലെ ഭാര്യ അല്ലെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. കുടുംബത്തിൽ മൊത്തം ആൾക്കാരാണ്. ഇതെന്താണെന്നറിയാം. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കുടുംബത്തില് സ്ഥിരമായിട്ടുള്ള ബാധാവിഷയങ്ങളൊന്നും കണ്ടു. അപ്പൊ ആവശ്യ പ്രശ്നം വായിച്ച് മാറ്റാൻ വേണ്ടി വെച്ചു. വളരെ ബുദ്ധിമുട്ടുള്ളവരായതുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അവർക്ക് പറ്റുന്നതുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതിന് ബാധകൾ വായിച്ച് മാറ്റും. പക്ഷെ അത് കഴിഞ്ഞ ശേഷം അവർ മന്ത്രദേശീയ ഉപാസന സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്റമാറ്റിക്കലായിട്ട് തുടർച്ചയായിട്ട് ചെയ്യും. ചില പ്രതിസന്ധികളൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് നിർത്താൻ വേണ്ടി ബാധകൾ ശ്രമിക്കും. ഉപാസന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന പരീക്ഷണ ഘട്ടമുണ്ട്. അവിടെ വെച്ച് കിറ്റായി പോകും. ഒന്നുമില്ല, ഇത് ചെയ്താൽ കുഴപ്പങ്ങൾ ഉണ്ടാകും തോന്നിക്കും. കാരണം ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് വരും. അപ്പൊ തോന്നും ഇത് ചെയ്തിട്ടാണ് കുഴപ്പമുണ്ടാവും, ഒന്നും വേണ്ട, ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കും. ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അതെല്ലാം ഉണ്ടായി. പക്ഷേ അവരതുപോലെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇടാതെ തുടർച്ചയായി നമ്മുടെ വീഡിയോസ് കാണും, ഡെയിലി വീഡിയോസ് കാണുകയും ഉപാസന തുടർച്ചയായി ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഈ കുട്ടിക്ക് ആദ്യം ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടി.
ദുബായിലൊരു കമ്പനി ജോലി കിട്ടി. ദുബായിലെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു വലിയ വീട് വെച്ചു, ബലേനോ കാർ എടുത്തു. ആ വീട് ഞാൻ ചോദിച്ചു ലോണാണോ? അല്ല, രൊക്കം കാശ് കൊടുത്ത് വാങ്ങിച്ചു. അതിന്റെ ബാല് കാച്ചിന് അവിടെ ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിച്ചു. നമ്മുടെ ഒരു പൂജ വേണമെന്ന് പറഞ്ഞ് വെക്കാനായിട്ട് വിളിക്കാനാണ്, ക്ഷണിക്കാൻ വേണ്ടി വേണം. അപ്പോ അവിടെ ചെയ്തു തരണം, ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഇങ്ങനെയുള്ളവരെ വരുമ്പോ ഇത് ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കത്തില്ലേ? അവർ പറഞ്ഞ ദോഷം തിരിച്ചെടുക്കുന്ന കുട്ടായിരുന്നു ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞു. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ ഗുരുജി 15 വർഷം ഞാൻ ചെയ്യാത്ത പണികളില്ല. നീ മോശപ്പെട്ട ജോലി മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തു. അങ്ങനെ ഒന്നും ഞാൻ രക്ഷപ്പെട്ടില്ല. പിന്നെ ഇതില് വളരെ ഫാസ്റ്റ് ആയിട്ടായിരുന്നു ഗ്രോത്ത്. ഇത്രയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടി പോയി ദുബായിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തൊരു വീടൊക്കെ വെച്ചു. കഴിഞ്ഞ ഒരു 6-7 ദിവസം മുമ്പായിരുന്നു പൂജ, ഈ പറഞ്ഞ പൂജ. ഇപ്പൊ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു, മിക്കവാറും ഇങ്ങനെ വിളിക്കും ആൾക്കാർ. എന്നാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്തവരുമുണ്ട്. അപ്പൊ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ. ഈശ്വരോപാസനയിൽ എന്തുകൊണ്ട് ചിലർ വേഗം ഡെവലപ്പ് ചെയ്യുന്നു, ചിലർ വളരെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നില്ലെന്നല്ല. കോൺഫിഡൻസ് കൂടിയിട്ടുള്ള ദീക്ഷയെടുത്ത ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചിലരുടെ അത്ഭുതകരമായ അസൂയാവഹമായ വളർച്ച, ചിലര് അത്ര സ്പീഡിലല്ല. ഇന്ന് ഗ്രോത്ത് ഉണ്ട്. അതെന്താണ്? ഇവരിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒന്ന്, ദേവിയിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി ഏറെക്കുറെ അവരുടെ ശരീരത്തിലേക്ക് പ്രോസസ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ എന്നുള്ളതിനെ അവർ അതിവർത്തിച്ചിരിക്കും. അവരുടെ മനസ്സിൽ ദേവിയാണ് എപ്പോഴും. അവരുടെ മനസ്സിൽ എന്റെ വിഷമം, എന്റെ ദുഃഖം, എന്റെ കഷ്ടപ്പാട്, എന്റെ നഷ്ടങ്ങള്, എന്റെ വേദന, എന്റെ വിഷമങ്ങള്, ഈ സാധനമില്ല. അവരുടെ മനസ്സില് ദേവി, ഈശ്വരൻ. ഇത്രയും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആത്മീയപരമായ ശക്തി ആർജിച്ച് ഇതിന് ഇപ്പുറം വരെ, ഇത്രയും വരെ സ്പിരിച്വൽ എനർജി കൊണ്ടുവരുമ്പോൾ ഇത് എഫക്ട് ചെയ്യത്തില്ല. ആ സ്പിരിച്വൽ എനർജി വരാൻ തടസ്സം എന്താണ്? നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റിയാണ്. ഞാൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. ഭയം പോവാതെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ദേവതയ്ക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലെ അടിസ്ഥാനപരമായ വികാരമാണ് ഭയം. ഭൂതപ്രേതശാചികളോടുള്ള ഭയമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിനോടുള്ള ഭയമുണ്ട്, അഭിമാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്, ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ട്. ശരിയല്ലേ? ഈ അടിസ്ഥാനപരമായ ഈ ഭയങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ടാണ് ഈശ്വരോപാസനയിൽ ഈശ്വരന് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തത്. കാരണം ഇതെല്ലാം ഒരൊറ്റ കാലത്തെ അടിസ്ഥാനമായി നിൽക്കുന്നതാണ്. അത് ഞാൻ എന്ന് പറയുന്ന വികാരത്തെ അടിസ്ഥാനമാക്കിയാണ്. ശ്രീധരൻ നമ്പൂരി എന്ന ഞാൻ ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമോ? ചെറുതാകുമോ? എനിക്ക് രോഗങ്ങൾ വരുമോ? ഞാൻ മരിച്ചു പോകുമോ? ഇങ്ങനെയൊക്കെ ഭയം. ഞാൻ എന്നാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും. ഈ ഞാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇതെപ്പോഴും നമ്മളിലെ സെന്റേഡായി നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആത്മാവിനെ കാണിച്ച് തരത്തില്ല, പരമാത്മാവിനെ. ഈ പേഴ്സണാലിറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഒന്നാമത്തെ ബാധ എന്ന് പറയുന്നത്. ഈ ബാധയുള്ളപ്പോൾ, ഈ പേഴ്സണാലിറ്റി ഉള്ളപ്പോൾ ഇതിന് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും
നിരാശ, കുറ്റബോധം, ഭയം, പശ്ചാത്താപം, നിസ്സഹായാവസ്ഥ ഇതെല്ലാം ഉള്ളിൽ നിലനിൽക്കുമ്പോൾ ദേവത വന്നിട്ട് നമ്മളോട് പറയും, മുകേഷ് ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ഒന്ന് ഒതുങ്ങോ, ഞാനൊന്ന് ഉള്ളോട്ടൊന്ന് കേറട്ടെ. അപ്പോ എന്നാ ഈശ്വരനെ വിളിച്ചാൽ പ്രശ്നങ്ങൾ മാറും. ഞാൻ എന്നെ എത്ര നാളായിട്ട് വിളിക്കുന്ന ഈശ്വര, എന്താ കണ്ണു തുറക്കാത്തത്? ഞാൻ എത്രയും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എന്താ എന്നിൽ കരുണ തോന്നാത്തത്? ഞാൻ ഇത്രയും ജപിച്ചിട്ടും, ഈ വലിയ ഞാൻ ഇത്രയും ജപിച്ചിട്ടും നിനക്ക് എന്താണ് എന്നെ അനുഗ്രഹിക്കാൻ പറ്റാത്തത്? അത് നിന്റെ കുറ്റം, അത് നിന്റെ മാത്രം കുറ്റം. ഐ ആം റൈറ്റ്. തെറ്റ് എപ്പോഴും മറ്റുള്ളവർക്ക് പറ്റുന്നതാണ്, നമുക്ക് തെറ്റ് പറ്റാറ്. അതിന് ഈശ്വരനാണെങ്കിൽ പോലും തെറ്റ് നിന്റെയാണ്. നിന്റെയൊക്കെ എന്താ എന്നെ അനുഗ്രഹിക്കാൻ? ചില പറയും റേഡിയോ അല്ലെങ്കിൽ ചില മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല സാറേ എന്ന് പറയത്തില്ലേ, വാറണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല, കുലിക്കേറ്റണം എന്ന് പറയുന്നതാണ്. ശ്രീവിദ്യ വർക്ക് ചെയ്യുന്നില്ല സാറേ, ദേഷ്യമൊക്കെ കിട്ടി, വാസനയൊക്കെ തുടങ്ങി, വർക്ക് ചെയ്യുന്നില്ല, വാറണ്ടി കഴിഞ്ഞിട്ടില്ല, വാറണ്ടി കഴിഞ്ഞിട്ടില്ല, വിജയിക്കോ? ഇത്രയും വലിയ ഉപാസകനായ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദേവി എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നു? ഞാനാണ് ഭയങ്കര സാധനം. നമ്മളിൽ എന്ത് പറഞ്ഞാലും അവരുടെ ഉള്ളിലോട്ട് ഈ സാധനം ഒന്നും കയറാൻ പോകുന്നില്ല. ഞാൻ കേൾക്കുന്നു. അത് പല ടൈപ്പുള്ള ഞാനുണ്ട്. ഭയങ്കര ബുദ്ധിയുള്ള ഞാനുണ്ട്, ഭയങ്കര അറിവുള്ള ഞാനുണ്ട്, ഭയങ്കര സഫർ ചെയ്ത ഞാനുണ്ട്, ജീവിതത്തിൽ ദുരിതങ്ങൾ സഫർ ചെയ്ത ഏറ്റവും വലിയ വ്യക്തി ലോകത്തിലെ ഞാൻ, ലോകത്തിലെ ഏറ്റവും ദുരിതം സഫർ ചെയ്ത. അപ്പൊ തീർച്ചയായും ഈ ഞാൻ എപ്പോഴും പൊങ്ങിയിരിക്കുള്ളൂ, അതൊക്കെ താഴെയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സഫർ ചെയ്ത ആളോ ദേവിക്ക് അത്ര സഫറിങ്സ് ഒന്നുമില്ല. എനിക്ക് സുഖമല്ല, ഇങ്ങനെ ഞങ്ങളുടെ ആരാധനയൊക്കെ വാങ്ങിച്ചിങ്ങനെ ശ്രമിച്ചിങ്ങനെ പറയാം. നിങ്ങൾക്കൊന്നും പറഞ്ഞ ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുമോ? നിങ്ങൾ വലിയ സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ചില്ലറക്കാരാണ്. എന്നാൽ വലിയ സംഭവം അത് നെഗറ്റീവായിട്ടാണ് പോസിറ്റീവ്. ഈ ലോകത്തിൽ ഏറ്റവും ഒന്നിനും കൊള്ളാത്ത ആൾ ഞാനാണ്. അപ്പോൾ ഞാൻ വലുതായി വ്യത്യസ്തനായി. നിങ്ങൾക്കൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് ഒരു കഴിവുമില്ല, അത്രയും വ്യത്യസ്തനാണ്. ചെറിയൊരു സംഭവമല്ല, അവിടെയും ഞാനുണ്ട്. പല ടൈപ്പ് ഞാനുകളാണ്. എനിക്ക് ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ എന്നെ എന്തിനുള്ള ആളാണ്, ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊറ്റ സൗന്ദര്യമില്ല, എന്നെങ്ങനെയാണ്? അപ്പോൾ ഞാൻ വ്യത്യസ്തനായി. ഈ വ്യത്യസ്തനാവാനുള്ള ശ്രമമാണ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടോപ്പിലേക്ക്. അത് അർത്ഥമൊന്നുമില്ല. അവിടേക്ക് എങ്ങനെ ഈശ്വരൻ വന്നിട്ട് പറയും, ഒന്ന് ഒതുങ്ങുക, ഒന്ന് ഒതുങ്ങി തരാം, ഒന്ന് കേൾക്കും. ഇത്രയും സാധന ചെയ്തിട്ട് ആ സാധന തന്നെയാണ് നമ്മളെ ഈശ്വരനുമായിട്ട് അകറ്റുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന ജപം തന്നെയാണ് നമ്മളെ ഈശ്വരനുമായിട്ട് അകറ്റുന്നത്. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് സാധന ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ ഒരു മാസം ഒരു വർഷം സാധന ചെയ്താണ് അത്രയും അഹങ്കാരം കൂടുതൽ. 5 വർഷം സാധന ചെയ്യുന്നതിനൊക്കെ എത്ര ആൾക്കാരുമായിരിക്കും അല്ലേ? 40 വർഷം സാധന ചെയ്ത ആൾക്കാർ ശ്രീകണ്ഠന്റെ മേലേക്ക് അമർന്നു കിടന്നു സാധന ചെയ്യുന്നത്. അത്ര ആൾക്കാരെ കൂടുതൽ. ഇല്ലാതെ ഒരിക്കലും ഒരു ബാധ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കില്ല. എവിടെയെങ്കിലും ഒരു ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ ബാധ പ്രവേശിക്കുന്നത്. ഒരു ബാധ ഉള്ളപ്പോൾ 100 ബാധ കയറും. എന്റെ ശരീരത്തിൽ ഒന്നാമത്തെ ബാധ ഏതാ? അതുള്ളപ്പോ വേറെ ദേവിക്ക് കയറാൻ പറ്റത്തില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പൂർണ്ണ സമർപ്പണത്തിലാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത്. പകുതി സ്വർണമായ കീരിയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ടോ? ദൈവം കുറെ പേര് കേട്ടിട്ടില്ല, കൂടുതൽ ആൾക്കാർ കേൾക്കാത്തതാണ് അല്ലേ? ഒന്നുമില്ല. ഒരു മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ യജ്ഞത്തിന്റെ ആ യജ്ഞശാലയില് ബ്രാഹ്മണർ കഴിച്ച ഫുഡ് കഴിച്ചിട്ട് എച്ചിലെ നിലയിൽ കിടന്ന ഒരു കീരി ഉരുളുന്നത് കണ്ടു. അപ്പൊ കീരി സംസാരിക്കുന്നത്, ഇതെന്തൊരു യജ്ഞമാണ്, ഇത് മുമ്പ് വൃത്തിയായിട്ട യജ്ഞം, ഇതിനൊന്നും
കൊള്ളത്തില്ല, ഇത് പറ്റിപ്പാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പുച്ഛിക്കുന്നത് കണ്ടിട്ട് ഇവര് എന്ന് ചോദിക്കുകയാണ് എന്താണ് ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് ഞാൻ ഇത് എന്റെ പകുതി സ്ഥലം സ്വർണമായിരിക്കുന്ന കണ്ടില്ലേ, പകുതി ദേഹം, ബാക്കി ഭാഗത്തുള്ള സ്വർണ്ണമാകാൻ വേണ്ടി എന്റെ സ്ഥലത്തൊക്കെ പോയി ചെന്ന് ഉള്ളതാണ്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. നിങ്ങള് അന്നത്തെ ആ ബ്രാഹ്മണ കുടുംബം ചെയ്ത എണ്ണത്തിന്റെ അത്രയൊന്നും ഇത് കൊള്ളത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ പറയാം. ഒന്ന് ഒരു പക്ഷെ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, ഒരു അതിഥി വന്നിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വന്നു, ദാരിദ്ര്യമാണെന്ന് അവർക്ക് ഭയങ്കര. അപ്പൊ പള്ളത്ത് പോയി ഭിക്ഷ എടുത്തിട്ടാണ് കഴിയുന്നത്. ഭിക്ഷ എടുത്ത് കൊണ്ടുവന്ന ചോറ് 4 ദിവസമായിട്ട് 3 ദിവസമായിട്ട് പട്ടിണിയിലാണ് വീട്ടുകാരെല്ലാവരും. ഈ ചോറ് കൊണ്ടുവന്നു. അപ്പൊ അതിഥി ദേവോ ഭവ എന്നല്ലേ പറയാ. ഒരു അതിഥി വന്ന് കയറി വൈകിയ സമയത്ത്, സന്ധ്യാസമയത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഫുഡില്ല, വിശന്ന് തളർന്നു വരുന്നു, ഫുഡ് കൊടുക്കണം. അച്ഛൻ പറയുന്നു ആ ഒരു കാര്യം ചെയ്യാം, എന്റെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ച് കൈ നക്കി തുടയ്ക്കുന്ന കണ്ടു. മതിയായില്ല എന്ന് മനസ്സിലായി. അതിഥിക്ക് തൃപ്തിയാവണമല്ലോ. ഭാര്യയോട് പറഞ്ഞു എടി ഇങ്ങനെയാണ് എന്തോ ചെയ്യും. ഭാര്യ പറഞ്ഞു ചേട്ടാ എന്റെ ഭക്ഷണം കൂടെ കൊടുക്കാം. ഭാര്യയുടെ ഭക്ഷണം ഉണ്ടായിരുന്ന പങ്കും കൂടെ കൊടുത്തു. അപ്പോഴും ഇയാൾ കഴിച്ചിട്ട് കൈ നക്കി തുടയ്ക്കുകയാണ്. അവർക്ക് മതിയായില്ല. കുറെ കുട്ടികൾ കൊടുക്കാൻ പറഞ്ഞു, കുട്ടികളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, അവരെ ഒരു ദിവസം കൂടെ ക്ഷമിക്കാം, നാളെ എവിടെയെങ്കിലും പോയി നോക്കാം, കൊണ്ടുവരാം. അത് കൊടുത്തു. അപ്പോ പിന്നെയും കൈ നക്കി തുറക്കുന്ന കണ്ടപ്പോൾ ഈ സാധു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കൈ കൂപ്പി തൊഴുതു കൊണ്ട് പറഞ്ഞു അന്ന് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഭക്ഷണമായി തരാനുള്ളൂ. ഞാൻ ഒന്ന് സന്ധ്യയായെങ്കിലും സാരമില്ല, ഞാൻ പുറത്തോട്ടൊന്ന് പോവാണ്, തയ്യാറായി. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അത് ഈശ്വരനായിരുന്നു, മഹാവിഷ്ണുവായിരുന്നു ആ അതിഥിയായിട്ട് വന്നത്. അദ്ദേഹം ഇവരെ എല്ലാവരെയും മുരളിയോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാണ്. ഇത് കണ്ട കീരി അവിടെ നിന്ന് കരഞ്ഞു. മനുഷ്യന്റെ സ്നേഹം കണ്ടിട്ട് ഈ കീരി ആ ഭക്ഷണം അതിഥി കഴിച്ച് ഭക്ഷണം കഴിച്ച് ഇലയിൽ കിടന്ന് ഉരുണ്ടു, എച്ചിലലയിൽ. ആ ഉരുണ്ട അത്രയും ഭാഗം, ആ എച്ചിൽ പറ്റിയ അത്രയും ഭാഗം സ്വർണ്ണമായി മാറി. ഇതുപോലെ ബാക്കി ഭാഗം കൂടെ സ്വർണ്ണമാക്കാൻ ഞാൻ പല യജ്ഞങ്ങളിൽ പോയി ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇന്ന് വരെ എന്നൊരു യജ്ഞം ഞാൻ പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഉള്ളിടത്ത് ഞാനില്ല. ആ ഞാനില്ലാത്തടത്താണ് ഈശ്വരൻ പറയുന്നത്. പരമാത്മ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. അണ പൊട്ടിയ പോലെ തടുത്തു നിർത്താൻ പറ്റാത്ത രീതിയിൽ ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവിടെ നമ്മളെ കാണാൻ വരുന്ന, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഒരു വലിയ ഊർജം ലഭിക്കും. അവർ നമ്മുടെയൊക്കെ വന്ന് ഓഫീസിലൊക്കെ ആയാലും കഥകൾ പറയാൻ തുടങ്ങും. അതേ അതെയാ ഭയങ്കര പ്രശ്നമായിപ്പോൾ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം. എന്താണെന്നറിയാമോ? നമ്മുടെ ഈ പ്രാണനെ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപഹരിക്കാനല്ല, ചക്കരയിരിക്കുന്ന സ്ഥലം മുമ്പിൽ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളിൽ ഉപാസന വിജയിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നമ്മളിൽ നിന്ന് പോസിറ്റീവ് എനർജി എടുക്കാനായിട്ട് ആളുകൾ വരും. ആ സമയം നമ്മൾ വളരെ ബോധത്തോടുകൂടി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എനർജി കൊണ്ട് അവർ പോയി കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമാണ്. ആ സമയത്ത് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞു കൊണ്ട് കൊടുത്താൽ കുഴപ്പമില്ല, അവരെടുത്തോട്ടെ, ബോധത്തോടുകൂടി നമ്മൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഊർജ്ജ ലോകത്തെ കുറിച്ച് പഠിക്കാൻ പറയുന്ന കാര്യമാണ്. ആ ഊർജ്ജ ലോകത്ത് എല്ലാവരും പ്രാണന്റെ, ആത്മാവിന്റെ ഫുഡ് പ്രാണനാണ്, ശരീരത്തിന്റെ ഫുഡ് ചോറും കറിയാണ്. ആത്മാവിന്റെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ചോറും കറിയും ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്നതിനാലും മരിച്ചു പോകില്ല. ഒരു മോഹൻലാലാവാൻ താല്പര്യമുണ്ടാണ് എല്ലാവർക്കും. അദ്ദേഹം ഒരു ഹാളിലേക്ക് വരുമ്പോൾ 1000 പേര് അദ്ദേഹത്തെ നോക്കും. അദ്ദേഹത്തിന്റെ 1000 പേരുടെ പ്രാണം കിട്ടും. നമ്മളെ 1000 പേര് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രയും പ്രാണം കിട്ടും. നമ്മളിൽ അറിയുന്നില്ലെന്ന് തോന്നും. ഇത് നമുക്ക് ഉപബോധ മനസ്സിന് അറിയാവുന്നതാണ്, പ്രശസ്തനാണെന്ന് ആഗ്രഹം വരുന്നതാണ്. നേരെ മറിച്ച് എല്ലാവരും നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രാണന
ചോറും കറിയും വയറിറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിനു വേണ്ടിയാണ് പ്രാണൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാണൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജത്തെ നിയന്ത്രിക്കുന്നത് പ്രാണനാണ്. ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 1000 തൊഴിലാളികൾ പണിയെടുക്കുമ്പോഴാണ്. 1000 തൊഴിലാളികൾ എങ്ങനെ പണിയെടുക്കുന്നു? അവരുടെ തലയിലൂടെ വരുന്ന പ്രാണൻ കൈകളിലൂടെ പുറത്തേക്ക് ഫോഴ്സ് ആയിട്ട് വന്നിട്ടാണ് വെട്ടുകയും കുത്തുകയും ചെയ്ത് അവർ ഫ്ലാറ്റ് പൊളിക്കുന്നത് അല്ലെങ്കിൽ കെട്ടുന്നത്. അത്രയും എനർജി അവിടെ വരണം. എങ്ങനെ? ആളുകളുടെ തലയിലെ ആർക്കിടൈപ്പുകളിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മൂഡ് വേണം. ആ മൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ ചേഞ്ച്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കെമിക്കൽ ചേഞ്ച് ഈ ആർക്കിടൈപ്പുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആ എനർജി പ്രാണൻ അവരിലൂടെ ഒഴുകിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. എനർജിയാണ് എപ്പോഴും ന്യൂറോ കെമിക്കൽ കോമ്പിനേഷനെ മാറ്റുന്നത്. അതിന് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. അത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ആണ്. നമ്മുടെ മൂഡിനെ കണ്ടത്. എനിക്കൊരു മൂഡില്ല, ഇതൊന്നുമില്ല. എന്തിനു മൂഡ് ആവശ്യമാണ്? ഈ മൂഡ് എനർജിയെ തരുന്നു. എനർജിയാണ് മൂഡിനെ തരുന്നത്. കാരണം ആ കെമിക്കൽ കോമ്പിനേഷൻ തലയിൽ ഉണ്ടാക്കുന്നത് എനർജിയാണ്. അപ്പോ പ്രാണന്റെ ഗതിവിഗതികളാണ് നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കുന്നത്, ആർക്കിടൈപ്പുകളെ നിയന്ത്രിക്കുന്നത്. അർത്ഥങ്ങളെ വെച്ച് ആരാധിക്കുന്നത്. അർത്ഥമാകുന്നത് അനന്തൻ, വാസുകി, തക്ഷകൻ, കാത്തോടകൻ, കണ്ണൻ, മഹാഭക്തൻ, ശംഖപാലൻ, മുളികൻ. ജയൻ കണവത്ത് അദ്ദേഹം തബലിസ്റ്റാണ്. അതുപോലെ തന്നെ ശ്രീ കൃഷ്ണദാസ്, ഈ രണ്ടുപേരെയും നമ്മള് കണ്ണൂരുകാരാണ്. जय गणेश
സ്വാമി